നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത ഒന്നിനെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്ന ഒരാളല്ലേ നമ്മൾ എല്ലാവരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഇടുക്കി കട്ടപ്പന റോഡിൽ പോകുമ്പോഴേ മീൻമുട്ടി എന്നൊക്കെ പറയുന്ന സ്ഥലം എത്തുമ്പം നമ്മുടെ മനസ്സിലെ വിചാരം എന്താണെന്ന് പറയാം, കാട്ടാന ഇറങ്ങി വരുന്ന സ്ഥലമാണ്, ഇപ്പം കാട്ടാന വരും. അവിടെയെങ്കിലും വല്ലപ്പോഴും എങ്ങനെ ഒരു ആന ഇറങ്ങിയെങ്കിലേ ഉള്ളൂ, അല്ലാണ്ട് സ്ഥിരമൊന്നും അവിടെ ആന ഇറങ്ങി വരാറില്ല. അത് ഇങ്ങനെ വേനൽക്കാലത്തൊക്കെ ഇറങ്ങി വരുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ എങ്കിലും നമ്മൾ എന്താ വിചാരിക്കണേ, ആന വരും, ഇപ്പോൾ ആന വന്നാൽ എന്ത് ചെയ്യും, ആന വന്നാൽ എങ്ങോട്ട് ഓടണം, എതിലേ പോകണം, എങ്ങനെ കാണിക്കണം എന്നൊക്കെ ചിന്തിച്ചോണ്ടേ നമ്മൾ പോകുള്ളൂ അല്ലേ. വരാത്ത ഒന്നിനെ ഓർത്തോണ്ടിരിക്കും അല്ലേ. അതേപോലെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം വണ്ടി ഇടിച്ചാൽ എന്നെ ചെയ്യും എന്നിങ്ങനെ ഓർത്തോണ്ടിരിക്കും. അത് പിന്നെയുണ്ട്, നമ്മൾ ഒരു 40 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ പിന്നെ ഓർക്കും, നമ്മുടെ വാർദ്ധക്യം എങ്ങനെയായിരിക്കും, കിടപ്പായി പോവോ, കട്ടിലെ തന്നെ ആയിരിക്കുമോ, അതോ നമ്മളും നമ്മുടെ എന്നാ പറയണേ പിച്ചും പേയും പറഞ്ഞ് കിടക്കുന്നതാണോ നമ്മുടെ അവസ്ഥ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ വരാനിരിക്കണതിനെ കുറിച്ച് ഓർത്ത് ഇപ്പോഴേ ടെൻഷൻ അടിച്ച് ജീവിതം കളയുന്നവരല്ലേ നമ്മളെല്ലാവരും അല്ലേ. ഒരു കാര്യമില്ലാത്ത കാര്യത്തെക്കുറിച്ചായിരിക്കും നമ്മൾ ടെൻഷൻ അടിക്കണേ. നമ്മൾ അങ്ങ് ഭാവിനെ ഓർത്ത് അങ്ങ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് പേരുണ്ട് കഴിഞ്ഞു പോയതിനെ വിടാണ്ട് പിടിച്ചിരിക്കണവർ, ഒരു കാലത്ത് അവരതിനെ കളയില്ല. അത് എങ്ങനെ മനസ്സിലോർത്തോണ്ടിരിക്കും, അതുപോലെ ആയിരിക്കും ഇനി എൻ്റെ ജീവിതം. ഇനി സാമ്പത്തിക ബാധ്യതയുള്ളവരാണെങ്കിൽ ഓർത്തോണ്ടിരിക്കും, ഇനി എൻ്റെ ജീവിതത്തിൽ കടം വരുമോ, ഇനി ഈ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെയും കടക്കാരനാവാം, എന്ത് ചെയ്താലും പിന്നെ സംശയം തീരില്ല, അയ്യോ അത് അങ്ങനെ ചെയ്തിട്ട് കടമാവോ, ഇങ്ങനെ ചെയ്താൽ കടമാവോ, ഇനി എൻ്റെ ജീവിതം അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്ന് ചിന്തിക്കുന്നവരല്ലേ. ഒരിക്കലും നമുക്കൊരു സമാധാനം ഇല്ല. ഈ നിമിഷത്തിൽ നമ്മൾ ഒരിക്കലും ജീവിക്കുകയില്ല അല്ലേ. ഒത്തിരി പേരില്ലേ, ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 2 പേര് വള്ളത്തെ പോവായിരുന്നു. അപ്പം വള്ളത്തെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം ഒരാളുടെ കയ്യിലൊരു കുടയുണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ കുടയെല്ലാം വലിച്ചു പറിച്ച് ഇങ്ങനെ അതിൻ്റെ കമ്പി മാത്രമാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ മറ്റേ ആൾ ചോദിച്ചു, ഇതെന്താ നീ കാണിച്ച ഈ കുട ഇങ്ങനെ വലിച്ചു പറിച്ച് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആ കുട വലിച്ചു പറിച്ച പുള്ളി പറയുകയാണ്, അതെ അപ്പുറം ഒരു പട്ടീനെ കെട്ടിയിട്ടുണ്ട് അപ്പുറത്തെ ഒരു വീട്ടിൽ, ആ പട്ടി എങ്ങാനും തുടലും പൊട്ടിച്ച് വന്നാൽ നമുക്ക് അതിനെ അടിക്കാനൊരു വടി വേണ്ടേ, അതിന് വേണ്ട വടി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതമെല്ലാം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ കയറ്റി നമുക്ക് കണ്ട അസുഖങ്ങളെല്ലാം ഉണ്ടായി. അധികം ഈ ഉത്കണ്ഠ കൂടുന്നവർക്കാണ് ഈ ബ്ലഡ് പ്രഷർ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളതെല്ലാം ഉണ്ടാക്കി വയ്ക്കും ആവശ്യമില്ലാത്ത. ഇപ്പം ഈ പണ്ടത്തെ മനുഷ്യരെ പോലെ അല്ലല്ലോ, ഇപ്പം എല്ലാവർക്കും എന്തെല്ലാം സൈസ് അസുഖങ്ങളാണ് അല്ലേ. ഇതെല്ലാം ഉണ്ടാക്കി വെക്കണേ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ട് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്നാ പറയണേ, വരാനിരിക്കണേ. ചിലർ പെൺപിള്ളേർ ഉള്ള മാതാപിതാക്കളെ കണ്ടിട്ടുണ്ടോ, ഒരു 40-45 വയസ്സുള്ള ഇനി ഒരു 10 വർഷമോടെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 15 വർഷമോടെ കഴിയുമ്പോൾ കൊച്ചിനെ കെട്ടിക്കണം, എന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഇപ്പോഴേ ടെൻഷൻ അടിക്കും. ഇപ്പോഴേ 1 രൂപ എടുത്തു വെച്ചാലും അവർക്ക് കുറച്ച് രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അത് ചെയ്യില്ല, അങ്ങനെ ചിന്തിക്കാൻ നോക്കൂല. അതിന് ഇപ്പോഴേ ടെൻഷൻ അടിച്ച് ഭ്രാന്ത് കയറി ഇങ്ങനെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സമ്പാദ്യം വല്ലതും ഉണ്ടാക്കി വെച്ചാൽ ആ കൊച്ചിൻ്റെ ജീവിതം സൂക്ഷിച്ചാക്കാൻ പറ്റാം. പക്ഷെ എന്നാലും ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ എന്നാ ചെയ്യണ്ടേ, എന്നാ അങ്ങനെ കാണിക്കേണ്ടി, ഇങ്ങനെ അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർഭാടത്തിലേക്ക് പോകാൻ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ്റെയും വിഷമത്തിൻ്റെയും കാര്യങ്ങൾ. നമ്മളാ കുഞ്ഞിനെ പഠിപ്പിച്ച് നമ്മളതിനെ നല്ല നിലയ്ക്ക് നിർത്തി ഈ സമയം നമ്മളതിനെ നന്നായിട്ട് നോക്കി അതിനെ നല്ല നിലയിൽ എത്തിക്കാൻ നമ്മൾ ചിന്തിക്കില്ല. നമ്മളപ്പോഴത്തേനും ഭാവി ഭൂതം വർത്തമാനം എല്ലാം കൂടെ ചിന്തിച്ചു കൂട്ടി നമ്മൾ ശരിക്കും ഒരു മെൻ്റലായിട്ടാണ് ജീവിക്കുന്നത്. നമ്മളൊട്ട് ജീവിക്കുന്നില്ല, ശരിക്കും ജീവിക്കുന്നില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്നാന്ന് പറയുക, ഈ കഴിഞ്ഞതും വന്നതും ഓർത്തിങ്ങനെ അതിനെ ഇടയ്ക്ക് ഇങ്ങനെ ഞെങ്ങി തിരിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രയോജനമില്ലാത്ത ഒരു ജീവിതം. സന്തോഷിക്കാനും പറ്റില്ല. സന്തോഷിക്കാൻ എങ്ങാനും ഒരു ഇച്ചിരി എന്നാ അധികം സന്തോഷിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും, അയ്യോ എന്തോ ഒരു ദുഃഖം വരണ്ടേ, ഒത്തിരി സന്തോഷിക്കണ്ട കേട്ടോ, ചിരിക്കണ്ട കേട്ടോ എന്ന് പറയണ മനുഷ്യരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അതിന് പോലും നമുക്ക് സ്വാതന്ത്ര്യമില്ല, ഒന്നിനും സ്വാതന്ത്ര്യമില്ല. ശരിയാണോ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ? നമ്മൾ ഇങ്ങനെ ജീവിക്കാതെ നമ്മൾ വരുന്നതിനെ നേരിടാൻ നമ്മൾ മനസ്സുകൊണ്ട് ആദ്യം ശ്രമിക്കുക. അതേപോലെ നമ്മൾ എന്താ ഭാവിയിലേക്ക് എന്താ വന്നേന്ന് ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഭാവിനെ അങ്ങ് സമർപ്പിച്ചേക്കുക. ഒന്നെങ്കിൽ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം, നമ്മുടെ ഭാവി ദൈവം വരുന്നിടത്ത് ദൈവം നമ്മളെ കാത്തോളും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് ഒത്തിരി പരിഹാരമുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, നമ്മുടെ മക്കളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കളെ നമ്മളെ നോക്കും എന്ന് നമ്മളൊരു വിശ്വാസം ഉണ്ടായിരുന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമുക്ക് ഇങ്ങനത്തെ ചിന്തകൾ പറ്റില്ല. ഇതൊന്നും ആയിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾ അധികം ഇല്ലേ. പിന്നെ നമുക്ക് പിന്നെ പറ്റിക്കുന്ന എല്ലാത്തിനോടൊരു നന്ദി ഉണ്ടായിരിക്കണവരായിരിക്കണം. അപ്പോഴും നമുക്കിങ്ങനെയുള്ള ഒരു ചിന്തകൾ ഇല്ലാണ്ട് വരും.
നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാതെ വേറൊന്നിനും ശ്രദ്ധയില്ലാതെ മറ്റൊരാളോടും എന്നാ പറയുക ഒരു നന്ദിയില്ലാതെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള നമുക്ക് ആരോടെങ്കിലുമൊക്കെ ഒരു നന്ദിയോ സ്നേഹമോ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള സമയങ്ങളൊന്നുമില്ല. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നും. ഇത് നമുക്ക് എന്നാന്നറിയാം, ഒരു പണിയും ചെയ്യാനുമില്ല. ആകെ ഉള്ളത് ഇങ്ങനെ ഈ ചിന്തകൾ മാത്രം കൂട്ടി 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 വെച്ചുകൊണ്ടിരുന്നിട്ടാണ് നമ്മൾ ഈ വിഷമിക്കണത് അധികവും. അങ്ങനെയുള്ളവർ എന്തെങ്കിലും എന്നാന്ന് പറയണത് നല്ല ഏതെങ്കിലും ഒരു പ്രവൃത്തികളിൽ ഏർപ്പെടുക, എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തുന്നൽ പഠിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ലൈഫ് ഒരു എൻഗേജ്ഡാക്കി വെച്ച് നോക്കിക്കേ, നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അല്ലാണ്ട് നമ്മളിതെല്ലാം ചിന്തിച്ചു കൂട്ടി നമ്മൾ എന്തോരം രോഗങ്ങളാലെ വരുത്തി എന്തോരം ടെൻഷൻ അടിക്കുന്ന മനുഷ്യരുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയത്തില്ല. ഒന്നെങ്കിൽ കഴിഞ്ഞ ഭൂതം ഭാവി വർത്തമാനം എന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുകയാണ്. ഒരിക്കലും ഒരു സ്വൈര്യമില്ലാത്ത ഒരു ജീവിതം. അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനൊരു മാർഗമായത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എല്ലാം സമർപ്പിച്ച് വരുന്നതിനെ നേരിടാനുള്ള ഒരു എന്നാ പറയണേ, എന്ത് വന്നാലും രണ്ടും കൽപ്പിച്ചങ്ങ് ചാടി വെക്കുക. അല്ലാണ്ട് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്ലെയിനിൽ പോകുമ്പോൾ നമുക്ക് എന്താ പ്ലെയിൻ എന്നാ സംഭവിക്കുമോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം വിളിക്കുക പാരച്യൂട്ടുണ്ട്, നമ്മളത് അത് ഓണാക്കിയിട്ട് നമ്മൾ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുക. ഇനി അതിന് പേടിയാണോ? രണ്ടും കൽപ്പിച്ചങ്ങ് ചാടിയേക്കുമെന്ന് വെച്ചാൽ അതിനങ്ങ് സമർപ്പിച്ചേക്കുക. അപ്പോൾ പ്രശ്നം തീരും. അല്ലാണ്ട് നമ്മൾ എന്ത് കാണിച്ചാലും നമ്മൾ രക്ഷപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അറ്റ കൈ പ്രയോഗിക്കാൻ പറ്റില്ലേ? അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. അല്ലാണ്ട് എപ്പോഴും നമുക്ക് എല്ലാവരും കൂടി എന്തോ വന്നത് എല്ലാം സേഫാക്കി വെച്ചിട്ട് നമുക്ക് ജീവിക്കാമെന്ന് വെച്ചാൽ ഒരുത്തനും ജീവിക്കാൻ സാധിക്കില്ല. അങ്ങനെയൊന്നും ജീവിതത്തിൽ എല്ലാവർക്കും പരാജയങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ളവരല്ലേ. എല്ലാവർക്കും ഇതൊക്കെ നേരിടും. എല്ലാ പ്രശ്നങ്ങളും എല്ലാവരും ഉത്കണ്ഠ എന്ന് പറയുന്ന സാധനം ചുമ്മാ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതെയോ അതാ നല്ലതാ. ഏത് സമയത്താണെന്നറിയോ? പരീക്ഷയുടെ സമയത്ത് നല്ല ഉത്കണ്ഠ വെച്ചാൽ അത് പഠിക്കാൻ നമ്മുടെ മനസ്സിനെ തോന്നിക്കും. ഏതെങ്കിലും ഒരു ടെസ്റ്റ് എഴുതാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും പോകുമ്പോൾ ഉത്കണ്ഠയുണ്ടെങ്കിൽ നമ്മൾ അതിന് ഇച്ചിരി നേരം പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ നമ്മൾ അതിന് പോവുകയുള്ളൂ. അത് നല്ല കാര്യമാണ്. അല്ലാതെ ഒരു കാര്യത്തിൽ ഈ സാധനം കൊണ്ട് ഒരു പ്രയോജനമില്ല. നമുക്ക് ചുമ്മാ പ്രഷർ കൂട്ടാന്നേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു പ്രയോജനവും ഇല്ലാത്ത സാധനമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ശരിയല്ലേ? ഒരു പ്രയോജനവും. നമ്മുടെ കുഞ്ഞു മക്കളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, കുഞ്ഞു പിള്ളേരുടെ വീടുകളിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ആ കുഞ്ഞുങ്ങൾ ഭാവിയെക്കുറിച്ചോ ഭൂതത്തെക്കുറിച്ചോ വർത്തമാനത്തെക്കുറിച്ചോ ചിന്തിക്കുന്നുണ്ടോ? അവരപ്പം ചെയ്യാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നു, അവരുടെ കുസൃതികൾ കാണിക്കുന്നു, ആ സമയം അവരെ എൻജോയ് ചെയ്ത് ജീവിക്കുക ചെയ്യണേ. നമ്മളല്ല ഈ ആവശ്യമില്ലാത്ത എല്ലാം ചിന്തിച്ചു കൂട്ടി അവർക്ക് കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനത്തെ വല്ല അസുഖങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി. അവർ ഓടിപ്പാഞ്ഞ് നടക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നമ്മൾ ചിന്തിച്ചു കൂട്ടി നമ്മൾ ചിന്തിച്ചിട്ട് വല്ല കാര്യം നടക്കുമോ? ഇല്ല. നമ്മൾ പ്രവർത്തിക്കുക. ചിന്തിക്കുന്നതിന് സ്ഥാനത്തിരുന്ന് നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുക. ഒന്ന് ചിന്തിക്കാം, അതായത് ഈ രീതി പോയാൽ എങ്ങനെയാണ്, എന്നിട്ട് അതിനെ പ്രവർത്തിച്ച് കാണിക്കുക. പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ കൂടുതൽ നമുക്ക് അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. അല്ലാതെ നമ്മൾ മുഴുവൻ ഇങ്ങനെ എന്നാ പറയണേ, ഈ ഉത്കണ്ഠ എടുത്തെടുത്ത് നമ്മുടെ ജീവിതം കളയാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. ശാന്തമായിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് രാവിലെ എണീറ്റ് നമുക്ക് അന്നന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് എൻജോയ് ചെയ്ത് ചെയ്യാവുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പാട്ട് കേൾക്കുക, ഡാൻസ് കളിക്കുക, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക. ആരെയും നോക്കുകയൊന്നും വേണ്ട. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുക. നമ്മളെല്ലാം സമർപ്പിച്ചേക്കുക. ദൈവത്തിന് സമർപ്പിക്കാം, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് സമർപ്പിക്കാം, നമുക്ക് തന്നെ സമർപ്പിക്കാം. നമ്മൾ എന്നിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതെല്ലാം ഓരോരോ സ്റ്റെപ്പായിട്ട് ഓരോന്ന് തീർത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാകും. അല്ലാണ്ട് അയ്യോ അങ്ങനെ വരുവേ ഇങ്ങനെ വരുവേ, ഈ കേട്ടിട്ടില്ലേ പിന്നെ മഴ വരുമെന്നും പറഞ്ഞ് ഇപ്പോഴേ ഉടുപ്പ് പൊക്കി പിടിച്ചോണ്ട് പോകേണ്ട കാര്യമില്ല എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ നമ്മൾ കാണിച്ചു കൂട്ടുന്നത്. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്നേ. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. ഈ നിമിഷം ജീവിച്ച് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരും. ഓക്കെ, എല്ലാവരും അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം പ്ലീസ്.